Hi everyone, it's me Ashna Venugopalan, and a psychology student. This is Shades of Mind. ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് കുറച്ച് ഒരു 2 വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് അറിയുന്ന കുറേ പേരെ പിടിച്ച് ബ്ലോക്കൊക്കെ ആക്കി തുടങ്ങിയപ്പോൾ അതിനകത്ത് കുറേ ആളുകൾ യൂണിവേഴ്സിറ്റിയുടെ ഡൗട്ടൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാനുള്ള ലിമിറ്റേഷൻ കാരണം പിന്നെ ഒരു 1000 ഫോളോവേഴ്സിന്റെ അടുത്തുണ്ടെങ്കിൽ മാത്രമാണ് ലൈവ് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിട്ട് യൂട്യൂബിനകത്ത് ഇടാൻ പോവാണ്. സോ നിങ്ങളുടെ ഓരോരുത്തരും ചോദിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടും ഞാൻ എൻ്റെ മാക്സിമം ലെവലിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും വയ്ക്കുക, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കണ്ട. ഓക്കെ, ഇപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ റീസെന്റ് ആയിട്ട് അളഗപ്പ യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻട്രൻസ് എക്സാമും എഴുതാതെ സൈക്കോളജി PGക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം എന്നതിന്റെ ബേസിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിനകത്തും ഇൻസ്റ്റയ്ക്കകത്തും ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ. എൻട്രൻസ് എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിന് പുറത്ത് സൈക്കോളജി പഠിക്കാനുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ്. ജൂൺ 1 തീയതിയാണ് അതിന്റെ അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പൊ ആരും മറക്കണ്ട. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതുപോലത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ, അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് അഡ്മിഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത്, എൻട്രൻസ് എക്സാം ഇല്ലാതെ നമ്മളുടെ ഡിഗ്രിയുടെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. സോ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സെൽഫ് ഫിനാൻസ് എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിനകത്തോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് 3 ഇയർ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏത് ഡിസിപ്ലിൻ ആയാലും കുഴപ്പമില്ല, 3 വർഷത്തെ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വിത്ത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഇപ്പോൾ UGC അപ്രൂവൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റാം. പിന്നെന്ന് ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായത്, ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാൾക്ക് ഈ PG റെഗുലർ ആയിട്ട് പുറത്തുനിന്ന് പഠിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. ഉറപ്പായിട്ടും ഇഗ്നോ എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഓപ്പൺ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിൽ ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇവിടെ അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അളഗപ്പ യൂണിവേഴ്സിറ്റി മാത്രമല്ല, നിങ്ങൾക്ക് റെഗുലർ ഡിഗ്രി വേണം എന്നുള്ളത് അവരുടെ സൈറ്റിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ചില യൂണിവേഴ്സിറ്റികൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാവുള്ളൂ. 3 ഇയർ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, 10th +2 ഡിഗ്രി അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ കരിയർ എഡ്യൂക്കേഷൻ പോയിട്ടുണ്ടാവേണ്ടത് എന്നുള്ളതാണ്. മേ ബി ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ നമുക്കറിയില്ല. അങ്ങനെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. പിന്നെ എത്ര മാർക്ക് ഉണ്ടെങ്കിലാണ്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നോർമലി ജനറൽ ആണെന്നുണ്ടെങ്കിൽ 50 to 55% മാർക്ക്, മിനിമം മാർക്ക് അത്രയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. SC/ST OBC കാറ്റഗറിക്ക് റിലാക്സേഷൻ അവൈലബിൾ ആണ്. ദെൻ എത്ര രൂപയാണ് അപ്ലൈ ചെയ്യാൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് നോൺ എൻട്രൻസ് എക്സാം ആണ്. അതുകൊണ്ട് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാം. 400 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നുണ്ട്. റിലാക്സേഷൻ അവൈലബിൾ ആണ്. ബാക്കിയുള്ള SC/ST കാറ്റഗറിക്ക് റിലാക്സേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഹോസ്റ്റൽ, ഓക്കെ, ദെൻ കോഴ്സ് ഫീ എത്ര രൂപയാണ് നിങ്ങൾക്ക് ചെലവാവുക അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുള്ള അവരുടെ കോഴ്സ് ഫീയുടെ ഡീറ്റെയിൽസ്, 1 ഇയറിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഒരു വർഷം 6100 രൂപയാണ് അവർ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. ഇതിനകത്തും റിലാക്സേഷൻ അവൈലബിൾ ആണ്. റിലാക്സേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് 4575 രൂപയാണ് പെർ ഇയർ നിങ്ങൾക്ക് വരുന്നത്. കോഴ്സ് ഫീ ഒക്കെ 6100 പെർ ഇയർ എന്ന് പറയുമ്പോൾ അത്രയും ലോ ബഡ്ജറ്റിലാണ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പുറത്ത് ഇനിയിപ്പോ ഒരു സെമ്മിനാണ് 6000 വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല. കാരണം കേരളത്തിൽ നമ്മൾ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ സൈക്കോളജി PG എടുക്കണം എന്നുണ്ടെങ്കിൽ സെമ്മിന് 30,000 രൂപയാണ് നമ്മളൊരു സെമസ്റ്ററിന്റെ ഫീസ് കൊടുക്കുന്നിടത്ത്. നിങ്ങൾക്കിപ്പോൾ ഒരു സെമസ്റ്ററിന് 6000 രൂപ കൊടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അതേപോലെ ഇവിടെ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് 6100 രൂപയാണ് ഒരു വർഷത്തിന് എന്നുള്ളതാണ്.
പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന എന്ത് ഇൻഫോർമേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ChatGPT പോലുള്ള ഏത് AI സോഴ്സ് ഉപയോഗിച്ച് എടുക്കുന്ന ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ ആളുകൾക്കും മിസ്റ്റേക്ക് പറ്റാം, എല്ലാ ആളുകൾക്കും തെറ്റ് പറ്റാം. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും അത് റീചെക്ക് ചെയ്യാം. ഈ ബാക്കിയുള്ള സോഴ്സിനെ വിശ്വസിക്കുന്നതിനേക്കാളും 1% കൂടുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. എല്ലാം നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് അറിയാനുള്ള ഒരു സോഴ്സ് ആയിട്ട് എടുക്കുക. ഇപ്പം ഞാനൊരു യൂണിവേഴ്സിറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ കയറി നോക്കുക എന്തൊക്കെയാണ്, നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ 1-2 സോഴ്സുകൾ, ChatGPT അങ്ങനെ ഏതെങ്കിലും ഒരു സോഴ്സുകൾ നിങ്ങൾ പോയി നോക്കുക. എന്തായാലും വാല്യുബിൾ ആയിട്ടുള്ള സോഴ്സ് ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമുക്ക് എല്ലാ ആളുകൾക്കും മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുള്ളതാണ്. അപ്പം നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ 1% നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ വരുന്നത് ഹോസ്റ്റലിന്റെ കേസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ മെൻസ് ഹോസ്റ്റലും വുമൻസ് ഹോസ്റ്റലും അവൈലബിൾ ആണ്. അതിനകത്ത് ഹോസ്റ്റൽ ഫീ, അതിന്റെ ഡീറ്റെയിൽസ് അത് ഞാൻ ഇവിടെ ഇതേപോലെ തന്നെ മെൻഷൻ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ കൊടുക്കാം. അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ എന്ന് പറയുന്നത് 5,000 ആണ്. അതേപോലെ തന്നെ റൂമിന്റെ റെന്റ് എന്ന് പറയുന്നത് 2,500 ആണ്. മെസ് ബി എക്സ്ട്രാ വരും. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇതൊക്കെ ഒരു വർഷത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. മെസ് ബില്ല് എന്ന് പറയുമ്പോൾ മന്ത്ലി ആയിരിക്കും അടയ്ക്കേണ്ടി വരിക. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും പറയാറുള്ളതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റിൽ നിങ്ങൾ, അതായത് ആദ്യത്തെ ഒരു 1-ാം തീയതി നിങ്ങൾക്ക് മെസ് ബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20-ാം തീയതിയുടെ ഉള്ളിൽ നിങ്ങൾ അത് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെനാൾട്ടി ഉണ്ടായിരിക്കും, അതായത് ഫൈൻ ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ അതൊക്കെ ആ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. നമ്മൾ ആ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. ഇപ്പൊ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിൽ തന്നെയാണ്. എന്റെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പെനാൽറ്റി ആയിട്ടൊന്നും അങ്ങനെ എക്സ്ട്രാ ഫീസ് മേടിക്കാറില്ല. ഹോസ്റ്റൽ മെസ്സിന്റെ ബില്ല് അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഫീലൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷെ ഇത് നമ്മളുടെ കോഴ്സ് ഫീ ട്യൂഷൻ ഫീ അടയ്ക്കുന്ന കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ആരും ഒന്നും അങ്ങനെ ലാഗ് ആക്കാറില്ല. അതൊക്കെ പ്രോപ്പർ ടൈമിൽ നമ്മൾ അടച്ചു പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇതിന്റെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അളഗപ്പ യൂണിവേഴ്സിറ്റിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാരക്കുടിയാണ് സ്ഥലം വരുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നോൺ എൻട്രൻസ് ഉണ്ടായിരിക്കും. എൻട്രൻസ് ഉള്ളത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോൺ എൻട്രൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത്. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ബാക്കിയുള്ള പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒക്കെ അടിച്ചെടുക്കുക. ഒരിക്കലും നിങ്ങളൊരു ഇവിടെ പുറത്ത് പോയിട്ട് അക്ഷയ പോലുള്ള കേന്ദ്രങ്ങളിൽ പോയിട്ട് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ഞാൻ എൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ശേഷമാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾക്ക് ഞാൻ അപ്ലിക്കേഷൻ അയക്കുന്നത്. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കസിൻ്റെ കമ്പ്യൂട്ടറിനകത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് കാര്യങ്ങൾ തന്നെ സ്കാൻ ചെയ്ത് ഓൾറെഡി ഒരു സ്കാനർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് ഒക്കെ സ്കാൻ ചെയ്ത് ഒരു PDF ആക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ അവിടുത്തെ അപ്ലിക്കേഷൻ ഫീസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അക്ഷയക്കാരുടെ കഫേക്കാരുടെ ആരുടെയും എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിന്റെ ലാക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് DM ചെയ്യുക. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് റിപ്ലൈ തരാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ സോഴ്സുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജുകൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് റിപ്ലൈ തരാൻ വേണ്ടി പറ്റും. ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ നോളജ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫസർ അളഗപ്പ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അതേപോലെ തന്നെ എൻ്റെ വേറൊരു പ്രൊഫസർ അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നു ഒരു സാറും കൂടിയായിരുന്നു. ആ സാർ മലയാളിയാണ്. സോ അവിടെ നിന്നും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്നൊക്കെ ഞാൻ എടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മാക്സിമം ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് ഷെയ്ഡ്സ് ഓഫ് മൈൻഡ്. ഇറ്റ്സ് മീ അർഷന വേണുഗോപാൽ, MSc സൈക്കോളജി സ്റ്റുഡൻറ്. ബൈ.